മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ചിന്നക്കനാലിലെ ഭൂമി ഇടപാട് കേസിൽ മാത്യു കുഴൽനാടൻ MLA ഇപ്പോൾ വിജിലൻസിന് മുൻപാകെ ഹാജരായിരിക്കുന്നു. തൊടുപുഴ വിജിലൻസ് ഓഫീസിലാണ് ഹാജരായത്. മാത്യു കുഴൽനാടൻ ഹാജരായതിന്റെ വിവരങ്ങൾ TV പ്രസാദ് നൽകും. പ്രസാദ്, കേസിനെ രാഷ്ട്രീയമായും നിയമപരമായി നേരിടുമെന്നാണ് മാത്യു കുഴൽനാടൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയത്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ടോ? 5 മിനിറ്റ് മുമ്പാണ് മാത്യു കുഴൽനാടൻ കോൺഗ്രസ് പ്രവർത്തകരോടൊപ്പം വിജിലൻസിന്റെ തൊടുപുഴ ഓഫീസിലേക്ക് എത്തിയത്. ഇവിടെ തൊടുപുഴയിൽ വിജിലൻസ് ഡിവൈഎസ്പി ഷാജു ജോസിന്റെ മുമ്പാകെയാണ് ഇന്നിപ്പോൾ ഹാജരായത്. നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ CMRL വിവാദവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ രൂക്ഷമായ പ്രതികരണങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും നടത്തുന്നതിനിടെയാണ് CPMന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ കടുത്ത ഭാഷയിൽ മാത്യു കുഴൽനാടനെ വിമർശിക്കുകയും ഒപ്പം വിജിലൻസിന് പരാതി നൽകുകയും ചെയ്തത്. അനധികൃതമായ സ്വത്ത് സമ്പാദനവും ബിനാമി സ്വത്ത് സമ്പാദനവും അതുപോലെ തന്നെ നികുതി വെട്ടിക്കലും ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണമാണ് മാത്യു കുഴൽനാടനെതിരെ അന്ന് മോഹനൻ ഉന്നയിച്ചത്. അതിന് പിന്നാലെയാണ് വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം തുടങ്ങുകയും ചെയ്തത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ വിജിലൻസ് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി മാത്യു കുഴൽനാടന് നോട്ടീസ് കൊടുത്തത്. പ്രധാനമായും ഇതിൽ പറഞ്ഞത് 1.92 കോടി രൂപ കാണിച്ച് ഒരു റിസോർട്ട്, ചിന്നക്കനാലിൽ റിസോർട്ട് വാങ്ങിക്കുന്നു. ആ റിസോർട്ടിന്റെ വില പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികയിൽ 3.5 കോടി രൂപയായി മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണമായി ഉന്നയിച്ചത്. അതിൽ മാത്യു കുഴൽനാടൻ പറയുന്നത് സ്വാഭാവികമായും ഭൂമിയുടെ മൂല്യമാണ് നാമനിർദ്ദേശ പത്രികയിൽ കാണിച്ചതെന്നും അതിൽ മറ്റൊരു രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായില്ലെന്നും ഫെയർ വാല്യൂ കൃത്യമായി തന്നെ ആ ആധാരത്തിൽ കാണിച്ചു എന്നുള്ളതുമാണ് മാത്യു കുഴൽനാടന്റെ ഒരു വിശദീകരണം. പക്ഷെ അതുകൂടാതെ അവിടെയുണ്ടായ മിച്ചഭൂമി കേസുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടന്റെ ഭൂമി ഇടപാടിനെ ബന്ധപ്പെടുത്താനുള്ള ഒരു നീക്കം വിജിലൻസിന്റെ ഭാഗമായി ഉണ്ടായി എന്നറിയുന്നു. അതായത് നേരത്തെ മിച്ചഭൂമി കേസ് നിലനിന്ന ഒരു ഭൂമി മറ്റൊരാൾക്ക് മറിച്ചുവിറ്റു. അയാളിൽ നിന്ന് ഈ പറയുന്ന മാത്യു കുഴൽനാടൻ ഈ ഭൂമി വാങ്ങി. അഭിഭാഷകൻ എന്ന നിലയിൽ ഇക്കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾ അത് ചെയ്യരുത് എന്ന വാദം വിജിലൻസിന്റെ ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. സ്വാഭാവികമായും ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ ആ കാര്യം കൂടി വരും എന്നാണ് അറിയുന്നത്. എന്തായാലും പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണ് മാത്യു കുഴൽനാടൻ. CMRL കേസുമായി ബന്ധപ്പെട്ട് വീണ വിജയനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചില്ലായിരുന്നുവെങ്കിൽ ഇത്തരം ഒരു കേസുകളും തനിക്ക് നേരിടേണ്ടി വരില്ലായിരുന്നു എന്നുള്ളതാണ് മാത്യു കുഴൽനാടൻ രാവിലെ പറഞ്ഞത്. മാത്രമല്ല, അന്വേഷണത്തെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അന്വേഷണം രാഷ്ട്രീയമായി നീങ്ങിയാൽ അതിനെ നേരിടാൻ അറിയാം എന്നുമാണ് മാത്യു കുഴൽനാടൻ വിശദീകരിച്ചത്. അല്പസമയം മുമ്പാണ് ചോദ്യം ചെയ്യലിന് വേണ്ടി ഡിവൈഎസ്പിയുടെ മുന്നിലേക്ക് മാത്യു കുഴൽനാടൻ പോയത്. ശരി, ചോദ്യം ചെയ്യലിന് ശേഷം മാത്യു കുഴൽനാടൻ വീണ്ടും പ്രതികരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വാർത്തയുടെ വിവരങ്ങൾ TV പ്രസാദ് അപ്പോൾ നൽകും.